ആരാടോ തന്റെ അടുത്ത് ഇര? ഒരു ഡീസൽ പാർട്ടിയാണ്. സംവിധായകൻ രഞ്ജിത്തിനെതിരെ വീണ്ടും പരാതി. ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന കോഴിക്കോട് സ്വദേശിയായ യുവാവാണ് പരാതി നൽകിയത്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? ബാവുട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ അവിടെയാണ് ഞാൻ രഞ്ജിത്തിനെ കാണുന്നത്. എന്താ ഇവിടെ തൊടുത്ത സുന്ദര കുട്ടന്മാര് ഇങ്ങനെ പൊള്ളണ വെയിൽത്തിന്ന കാർത്തു രഞ്ജിത്ത് ഉള്ളിലേക്ക് വിളിച്ചു. എന്താണ് പിന്നെ ഇപ്പോ ഇങ്ങനെ ഒരു അഭിനയമോഹം തോന്നാൻ കാരണം? അപ്പൊ ആ ഒരു സന്തോഷത്തില് ഞാനും പിന്നെ പുള്ളിന്റെ അടുത്ത് അങ്ങോട്ട് സംസാരിച്ചു. ഞാൻ പോസ്റ്റൽ ട്യൂഷൻ വഴി അഭിനയം പഠിച്ചതാണ് സാർ. ആണോ? എങ്കിൽ അപേക്ഷ ഇയാള് തന്നെ ചെയ്യട്ടെ. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ കുറച്ച് തിരക്കിലാണ്, എനിക്ക് നിന്നോട് സംസാരിക്കണം പേഴ്സണലായിട്ട്. ഞാൻ നമ്പർ തരാന്ന് പറഞ്ഞിട്ട് ടിഷ്യൂ പേപ്പറിൽ പുള്ളിയുടെ നമ്പർ എഴുതി തന്നു. നീ എന്നെ വിളിക്കരുത്, മെസ്സേജ് ചെയ്യാനേ പാടുള്ളൂ എന്ന് പറഞ്ഞു. യുവമാർക്ക് എന്തോ ലക്ഷണ പെശകുണ്ട്, ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മെസ്സേജ് ചെയ്തു. അപ്പോൾ പറഞ്ഞു, നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമോ, എനിക്ക് പേഴ്സണലായിട്ട് ഒന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പോയപ്പം പുള്ളി കാഷ്വലായിട്ട് റൂമിലുണ്ടായിരുന്നു. പുള്ളി ആൽക്കഹോളിക് കൺസംഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, വോഡ്ക എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നു. സന്ധ്യ മയങ്ങുന്നതിന് മുമ്പ് പതിവില്ലാത്തതാ, എന്നാലും ഒരു നല്ല കാര്യത്തിനായതുകൊണ്ട് ഞാൻ വിചാരിച്ചു വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. വിൽ യു ഹാവ് എ ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് കുറച്ച് ഒഴിച്ചു തന്നു. അപ്പോൾ കുടിക്കാനൊരു മടി ഉണ്ടായിരുന്നു. പക്ഷേ സ്നേഹത്തോടെ ഇവര് വെച്ച് നീട്ടുമ്പോ എങ്ങനെയാ മോളെ കഴിക്കാതിരിക്കണേ? ഇത്രയും വലിയൊരു ഡയറക്ടർ ഇൻവൈറ്റ് ചെയ്തല്ലേ, ഞാൻ കഴിച്ചു. അതിനുശേഷമാണ് പുള്ളിയുടെ അപ്രോച്ചൊക്കെ മാറിയത്. മാറ്റി ഇഷ്ടായില്ല, അടിപൊളിയായിട്ടുണ്ട്, നല്ല മഞ്ചന. പുള്ളി എന്നോട് ന്യൂഡാവാൻ പറഞ്ഞു. എന്നാണുണ്ടോ നിങ്ങൾക്ക്? ഞാൻ നിങ്ങളുടെ കുറച്ച് ഒച്ചയും പോലും ഉണ്ടാക്കുമെന്നേ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത് വൃത്തികെട്ടവൻ ശവം. പുള്ളിക്ക് കുറച്ചും കൂടി പേഴ്സണലായിട്ട് പുള്ളി എന്നെ കുറച്ചും കൂടി ബോഡി എനിക്കത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് പറയാൻ പറ്റില്ല. എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് ഒരു ഇതുണ്ടായിരുന്നു, ഒരു പൗരുഷമുള്ള ഒരു വ്യക്തി അത്ര. പക്ഷെ പുള്ളി പറഞ്ഞ കാര്യങ്ങളും എന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളും വളരെ ടെറിബിൾ ആയിരുന്നു. പിന്നെ ഇടവേള ബാബുവിനോട് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്തിരുന്നു. അടുത്ത ബസ് എപ്പോഴാന്നാ പറഞ്ഞത്? 5:33. എന്നാ പിന്നെ ഞാൻ പോട്ടെ.